بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികമാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ മാനസിക സമർപ്പണത്തിന് വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏതൊരു കർമ്മത്തെയും റബ്ബ് സ്വീകരിക്കണമെങ്കിൽ മാനസികമായ ഒരുക്കവും സമർപ്പണവും അതിൻ്റെ പ്രധാന ഘടകമായി തന്നെ മതം നിബന്ധനയായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരർത്ഥത്തിൽ അതിനെ നിയ്യത്ത് എന്ന് പറയാറുണ്ട്. കരുതുക എന്ന് മാത്രമല്ല നിയ്യത്ത് എന്ന വാക്കിൻ്റെ പ്രായോഗികത. കരുതി ഉറപ്പിക്കലും മാത്രമല്ല, മനസ്സെടുക്കുന്ന ഒരു തീരുമാനവും തീർച്ചയുമാണ് നിയ്യത്ത്. നിയ്യത്ത് നന്നായാൽ എല്ലാം നന്നായി എന്ന് പൊതുവെ പറയുന്നത് ഒരു സാധാരണ പ്രയോഗത്തിലേക്ക് എത്തിയത് ഒരു മനുഷ്യന്റെ ആത്മാർത്ഥതയും ആത്മീയ അർപ്പണവും സമർപ്പിത ബോധവും എല്ലാം തന്നെയാണ്. ഏതൊരു അമലിനും നിയ്യത്ത് നിർബന്ധമാണ്. ഏതൊരു കാര്യം അമലാകാനും നിയ്യത്ത് നിർബന്ധമാണ്. ഏതൊരു കർമ്മത്തെയും അമല് ആക്കുക, കൂലിയുള്ളതാക്കുക എന്നത് സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ജീവിതത്തിന്റെ വിചാരപദങ്ങളിൽ നമ്മെ ഒന്ന് ആലോചിക്കാൻ, നമ്മളൊന്ന് വിചാരണ നടത്താൻ പരിശുദ്ധമായ പ്രമാണങ്ങൾ നമ്മുടെ മുന്നിൽ ചിന്തനീയമായ ധാരാളം കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഹ്രസ്വമായ ഒരന്വേഷണം അതേക്കുറിച്ച് പരിമിതമായ സമയത്തിൽ അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ അറിവിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അമല് ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ജീവിതത്തിന്റെ പരിസരങ്ങളിൽ നാം ഇന്ന് കാണുന്ന ആത്മീയ ആരവങ്ങളുടെ ഒരു പ്രധാന ഘട്ടമാണ് ഹജ്ജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. ഹജ്ജ് ആഗ്രഹിക്കാത്ത മുഅ്മിനീങ്ങൾ ആരുമില്ല. ഹജ്ജ് ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യമാണ്. ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കം അത് ഇഹ്റാമിൽ നിന്നല്ല തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ നാം ഈ സംസാരിക്കുന്ന സമയം ഹജ്ജിന്റെ സമാനിയായ മീഖാത്തിന്റെ ഒരു സമയമാണ്. ഹജ്ജിന് വേണ്ടി ഒരാൾക്ക് വേണമെങ്കിൽ ഇഹ്റാം ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭവും കൂടിയാണ് ഈ വേള. ഒരു നിയ്യത്തിന്റെ സാധുതയ്ക്ക് ഇസ്ലാം വെച്ചിരിക്കുന്ന ദീർഘമായ ഒരു പിരീഡ്, ആ നിയ്യത്തിലൂടെ ഒരു മനുഷ്യന്റെ സമർപ്പിത ബോധത്തെ എത്രമാത്രം അവന് നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതിന്റെ ഒരു പ്രധാന സമയവും കൂടിയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് പോലെ തന്നെ എല്ലാ അമലുകളിലും ഇതുപോലെ മനസ്സിന്റെ ഒരു സമർപ്പണമുണ്ട്. ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭം മുഴുവനും ഹജ്ജ് പോലെ ആ പവിത്രതയിൽ ജീവിതത്തെ കൊണ്ടുപോവുക, അങ്ങനെ ഒരു ലക്ഷ്യം ഈ നിയ്യത്തിന്റെ ദീർഘമായ പീരീഡിലൂടെ ഇസ്ലാം മുന്നിൽ വെക്കുന്നുണ്ട്. എന്നാൽ ഹജ്ജിന് പോവാനുള്ള അവസരം ഉറപ്പിക്കപ്പെട്ട ആളെ പോലെ തന്നെയാണ് ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ആള്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ അവിടുത്തെ ജാമിഉൽ അഹാദീസിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. عن أبي هريرة رضي الله عنه قال النبي صلى الله عليه وسلم لا يزال أحدكم في الصلاة ما كانت الصلاة تحبسه لا يمنعه أن ينقلب إلى أهله إلا انتظار الصلاة. നമ്മൾ ഓരോരുത്തരും ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയും പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നു. വീട്ടിലേക്ക് പോവാൻ തടസ്സമായി നിൽക്കുന്നത് അടുത്ത നിസ്കാരവും കൂടി കഴിയട്ടെ എന്ന ചിന്തയും തീരുമാനവുമാണ് എങ്കിൽ ആ അടുത്ത നിസ്കാരം വരെയുള്ള അവന്റെ കാത്തിരിപ്പിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന പരിഗണന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ നിസ്കാരത്തിൽ തന്നെയാണ്. അവന് വേണ്ടിയിട്ട് മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. മലക്കുകളുടെ പ്രാർത്ഥന കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു നിസ്കാരത്തിന്റെ പരിഗണനയാണ് നിസ്കാരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇവിടെ മനസ്സിന്റെ സമർപ്പണമാണ് ഈ ഹദീസ് നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നത്.
മാ കാന ഫീ മുസല്ലാഹു അല്ലദീ സല്ലാ ഫീഹി, മലക്കുകൾ പ്രാർത്ഥിക്കുന്ന വാക്കുകൾ പോലും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു നബിയുനാ റസൂലുള്ളാഹി. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ അവിടുത്തെ അൽ ജാമിഉൽ ഹദീസിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പോൾ ആ കാത്തിരിപ്പ് യഥാർത്ഥത്തിൽ മനസ്സ് സമർപ്പിക്കലാണ്. ഈ സമർപ്പണം നമ്മളിൽ നിന്നും നിശേഷമില്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഏകദേശമൊക്കെ ചില പ്രകടന പരതയിൽ മാത്രം പരിമിതപ്പെട്ടു പോകുന്ന രീതിയിൽ കർമ്മങ്ങൾ ശുഷ്കിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സെടുക്കുന്ന ഈ സമർപ്പണത്തെ, നിയ്യത്തിനെ, കരുതലിനെ, താല്പര്യത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞു. ഇമാം തുബ്രാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ ഹദീസ് പറയുന്നുണ്ട്, നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിന്റെ സമർപ്പിത ബോധം അതവൻ ചെയ്യുന്ന കർമ്മത്തെക്കാളും പരിഗണനാർഹമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയെങ്കിൽ പല സ്വതക്കകളും സ്വതക്ക ആവാതെ പോകുന്നതും, സ്വതക്ക എന്ന് കരുതി ചെയ്യാത്ത പലതിനെയും സ്വതക്ക എന്ന് പരിഗണിക്കപ്പെടുന്നതും ആത്മീയമായ ഈ മാനദണ്ഡത്തിൽ നിഷ്പന്നമാണ്. ഈ മാനദണ്ഡത്തിൽ അള്ളാഹുവിന്റെ പരിഗണന ഉള്ളതാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും മനസ്സിന്റെ സമർപ്പണം കർമ്മങ്ങളിൽ നിർബന്ധമാണ്. ഒരു താല്പര്യം, ഒരു ആഗ്രഹം, അങ്ങനെയുള്ളത് കുറെയൊക്കെ പഴയ ആളുകളിൽ കാണുന്നുണ്ട്. എന്നാൽ അതറിയാതെ പോകുന്നൊരവസ്ഥ നമുക്കുള്ളത്. നമ്മൾ എന്തിനോ വേണ്ടിയിട്ടുള്ളതായ യാന്ത്രികമായ ചില കാട്ടിക്കൂട്ടലുകളിലേക്ക് അങ്ങനെ പരിമിതപ്പെട്ടു പോകാണ് കർമ്മങ്ങൾ. ഖുർആന്റെ ഒരു വലിയൊരു താക്കീത്, അള്ളാഹുവിന്റെ ഖുർആൻ ഒരു താക്കീത് നമുക്ക് തരുന്നുണ്ട്. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്, അവരെ പോലെ നിങ്ങളാവില്ലെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ഉള്ളതിനോട് കൂടെ തന്നെ തീരെ കർമ്മങ്ങളില്ലാത്ത ആളുകളെ പോലെയാവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൽക്കർമ്മങ്ങളിലേക്കുള്ള തൗഫീഖ് നിഷേധിക്കപ്പെടുന്ന, ഇങ്ങനെ ഖുർആന്റെ ഒരു അധ്യാപനമുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ബോധിപ്പിക്കാനും താൽക്കാലികമായ ചില താല്പര്യങ്ങളിലും മാത്രം പരിമിതപ്പെട്ടു പോവാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് ഇബ്ലീസ് ആ മനുഷ്യനെ മുനാഫിക്കാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ വിജയിക്കുന്നത്. ഖുർആന്റെ അധ്യാപനം സൂറത്തുൽ ഹശറിന്റെ സുപരിചിതമായ ആയത്തുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ ലാ യസ്തവീ അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. ചിന്തിപ്പിക്കാണ്. ഈ ആയത്ത് നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്യുന്ന ഒരു വലിയ ആശയമുണ്ട്. അത് മനുഷ്യർ അനുഭവിച്ചു ഈ കൊറോണ കാലത്ത്. സൗകര്യങ്ങൾക്കപ്പുറം ഒരു മനുഷ്യൻ തന്റെ താല്പര്യങ്ങൾ, അതിൽ കാണുന്ന അവന്റെ വ്യക്തിത്വത്തെ ചിത്രീകരിക്കുന്ന അവന്റെ ഭൗതിക ലാഭങ്ങൾ, അതിലേക്ക് അവന്റെ സൗകര്യങ്ങളിൽ ചെയ്യാൻ കഴിഞ്ഞ പലതിനെയും ചെയ്യാതെ മാറ്റിവെച്ച ഒരു സന്ദർഭമാണ് കൊറോണ. ആ സമയത്ത് നമുക്ക് ബോധ്യപ്പെട്ടു വന്നു പലതും. എനിക്ക് മുമ്പ് കഴിവുണ്ടായിരുന്നുവെങ്കിൽ, കഴിവുണ്ടായിരുന്നല്ലോ, ഞാനത് ചെയ്യാതെ പോയത് ഇപ്പൊ എനിക്കൊരു നഷ്ടം പോലെ, ഖേദം പോലെ. ഹജ്ജിന്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു കൊറോണ സമയങ്ങളിൽ. ആയുസ് അവസാനിച്ചു പോയി ആ ഫർളായ കർമ്മം ചെയ്തു തീർക്കാതെ. അങ്ങനെ പലതും നമുക്ക് സമയം കിട്ടിയപ്പോഴേക്കും ഒരു ജുമഅക്ക് പോവാൻ വേണ്ടിയിട്ട് കൊതിച്ചു പോയിട്ടുണ്ട്. ഒരു പെരുന്നാൾ നിസ്കാരം, അല്ലെങ്കിൽ മറ്റു സൽക്കർമ്മങ്ങൾ, ഒരു നോമ്പ് തുറ, ചില വിലക്കുകൾ സാമൂഹികമായി നമ്മുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ തീർത്ത സമയത്ത് മുമ്പ് കഴിഞ്ഞിരുന്ന പലതും നമ്മൾ നമ്മുടെ ചില താല്പര്യങ്ങളാൽ ചെയ്യാതെ പോയപ്പോ, കഴിയാതിരുന്ന കാലഘട്ടത്തിൽ വല്ലാതെ ആഗ്രഹിച്ചു. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. മനസ്സിന്റെ സമർപ്പണം പരിപൂർണമാവാതെ നിങ്ങൾ ജീവിക്കല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്നത് പരിപൂർണമാവണേ. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരെ പോലെ നിങ്ങളാവല്ലേ എന്ന് ഖുർആൻ. ഫഅൻസാഹും അൻഫുസഹും. അങ്ങനെയുള്ള ആളുകൾക്ക് അമല് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നിഷേധിക്കുമെന്ന് ഖുർആൻ.
ഫഔസാഹും അൻഫുസഹും അമലൽ ഖൈർ എന്നാണ് രണ്ടാം കർമ്മം. അതായത് മഫ്ഊൽ സാനി അമലൽ ഖൈർ. അങ്ങനെയാണ്. നിങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെടും, നല്ലത് ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെടും. കിട്ടണ സന്ദർഭത്തിൽ ആഖിറത്തിന്റെ കാര്യത്തെ പിന്തിപ്പിക്കല്ലേ, ആഖിറത്തിന്റെ കാര്യത്തെ പിന്തിപ്പിക്കല്ലേ. സയ്യിദുനാ റസൂലുള്ളാഹി വഅമൽ ലിദുനിയാക കഅന്നക തഈശു അബദാ. ദുനിയാവിന്റെ കാര്യത്തിൽ നിന്റെ പ്രവർത്തനങ്ങൾ എന്നും ഇവിടെ ജീവിക്കുന്നവൻ എന്ന കരുതലിലാവണം. അത് നാളെയാണെങ്കിലും ചെയ്താൽ മതി. ആഖിറത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കഅന്നക തമൂതു ഗദാ, നാളെ നീ മരിച്ചു പോകും എന്ന ചിന്ത കൊണ്ടാവണം ആഖിറത്തിന്റെ കാര്യം നീ പെൻഡിങ്ങിലാക്കല്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നാളെ മരിച്ചുവെങ്കിൽ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. ഒരു സമയമിൽ പല കാര്യവും അണിനിന്നാൽ മുൻഗണന പരലോകത്തിനാകണമെന്ന മനോഹരമായി തഴവത് ഉദാഹരിച്ചു. ആഖിറത്തിന്റെ കാര്യത്തിന് മുൻഗണന. ഇതുപോലെ ബാങ്കിന്റെ സമയത്താണ് ജുമുഅ വാങ്ക് പ്രാധാന്യമെങ്കിൽ ജുമുഅ പിന്നെ ബാങ്ക്. ജുമുഅക്ക് നേരത്തെ വന്നാൽ ചില പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടാനുള്ള ആ അവസരത്തിലാണ് നിനക്ക് ബാങ്കിൽ പോണ്ടതെങ്കിൽ ബാങ്കിൽ പോക്ക് ആ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കാം. ജുമുഅക്ക് പ്രാധാന്യം കൊടുക്കാം. നന്മ ചെയ്യാനുള്ള അവസരം അല്ലാഹു തരുന്ന ഒരു വലിയ അനർഘമായ ഭാഗ്യമാണ്. അത് കണ്ടിട്ടും കാണാത്തവനെ പോലെ. അങ്ങനെ വന്നാൽ ആ തൗഫീഖ് നിനക്ക് നഷ്ടപ്പെടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അങ്ങനെയാണ്. ഉള്ളിന്റെ അകത്തേക്ക് കയറണം. അള്ളാന്റെ ഹബീബിന്റെ ഒരു ഉപദേശമുണ്ട്, അരുവിയുടെ അരികിലെ കല്ല് പോലെ നീയാവല്ലേ. അരുവിയുടെ അരികിലെ കല്ല് നീയാവല്ലേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒന്നുകൂടി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അരുവിയുടെ അരികിലെ കല്ലിന്റെ ഉള്ളിലേക്ക് നനവില്ല, അതിന്റെ പുറമേ മാത്രം. ഒരു വെയിലിന്റെ ചെറിയ ചൂടടിച്ചാൽ അതങ്ങ് ഉണങ്ങിപ്പോകുന്ന പോലെ എത്ര കാലവും ആ അരുവിയുടെ അരികിലെ നനവ് പറ്റിയാലും ഉള്ളിലേക്ക് അത് ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നനഞ്ഞത്? എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഉള്ളിലേക്കാ ഇറങ്ങേണ്ടത്. മാനസിക സമർപ്പണം പരിപൂർണമാവണം, നിയ്യത്ത് നന്നാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. മനോഹരമായി വർണ്ണിച്ചു. ജനങ്ങളിൽ ചിലരുണ്ട് അള്ളാഹുവിനെ കളിയാക്കാൻ വേണ്ടി പ്രകടനങ്ങൾ നടത്തുന്നവർ. അങ്ങനാവല്ലേ. അള്ളാഹു അക്ബർ എന്ന് പറയും, അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ. എന്നിട്ട് ഞാനും നിങ്ങളും പറയും പൈസ അതില്ലെങ്കിൽ പറ്റൂല, ഏറ്റവും വലുത് പൈസ തന്നെയാന്ന് പറയും. അല്ല, നമ്മുടെ നാവ യാന്ത്രികമായ ഭാഗത്തേക്ക് ഉള്ളിലുള്ളതിലേക്ക് ഇങ്ങനെ പോവാണ്. ഉള്ളിലുള്ളത് അങ്ങനെയാണ്. അതാണ് വലിയവൻ എന്ന് പറഞ്ഞാൽ പൈസയുടെ പുറത്ത് പണത്തിന്റെ മുകളിൽ ആരാണ്ട് പറക്കൂല എന്നൊക്കെ പറയലുണ്ട്. ആരാ? പരുന്ത് പറക്കില്ല. പറയൽ അങ്ങനെയാണ്, അനുഭവം അങ്ങനെയാണ്, ചിന്ത അങ്ങനെയാണ്. ഉള്ളില് അള്ളാഹു അക്ബർ കേറിയിട്ടില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയാണ്. ഉള്ളിലേക്ക് ഇറങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഏറ്റവും ഭയക്കുന്നത് എന്താ? ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
അവസാന സമയങ്ങളിലുള്ള പ്രോജ്വലമായ പ്രഭാഷണത്തിന്റെ ഒരു വരി ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം. ഏറ്റവും ഞാൻ ഭയക്കുന്നത് എന്റെ അസാന്നിധ്യത്തിൽ മറ്റുള്ളവർ കാൺകെ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന അമലുകൾ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അഖ്വഫു മാ ഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. ഞാൻ ഏറ്റവും ഭയക്കുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്തു കൂട്ടുന്നതല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളുടെ നിയ്യത്ത് അവിടെ പരിമിതപ്പെട്ടു പോകും. അതാണ് എനിക്ക് ഏറ്റവും നിങ്ങളിൽ ഭയം. നബിയുനാ റസൂലുള്ളാഹി. അള്ളാനെ കളിയാക്കാൻ വരുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഒരു രോഗമുണ്ടെന്നാ പറഞ്ഞത്. അത് വർദ്ധിക്കുന്ന രോഗമാണെന്ന ഖുർആൻ പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാനസിക സമർപ്പണം പൂർണ്ണമാകുന്നില്ല. മാനസിക സമർപ്പണം പൂർണ്ണമാകുന്നില്ല. നിസ്കരിക്കുന്നവന് സ്വർഗമെന്നല്ല പറഞ്ഞത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ. ചില നിസ്കാരക്കാർ അവർക്ക് വൈലെന്ന നരകം അല്ലെങ്കിൽ സർവനാശം. പ്രത്യേകത എന്ത്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. മനസ്സിന്റെ സമർപ്പണം പരിപൂർണമല്ല. പരിപൂർണമായ സമർപ്പണത്തിൽ എന്തൊരു രസരിക്കുന്നറിയോ? പരിപൂർണമായ സമർപ്പണത്തിന്റെ കഥ പറയുന്ന മദീന. സ്വഹീഹ് മുസ്ലിമിന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണാം. ഒരു ഹെഡിങ് തന്നെയുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് അനുഭവിച്ച പീഡനങ്ങൾ. ഹബീബായ നബി തങ്ങൾ അനുഭവിച്ച പീഡനങ്ങൾ. ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരിൽ നിന്നും അവിടുന്ന് നേരിടേണ്ടി വന്ന താടനങ്ങൾ. ഒരു ഹെഡിങ് തന്നെ ഉണ്ട്. അതിന്റെ ആ ശീർഷകത്തിന്റെ ചുവട്ടിലെ ചർച്ചയിലുണ്ട് ഒട്ടകത്തിന്റെ ചീഞ്ഞെളിഞ്ഞ കുടൽമാല മുത്തായ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശിരസിൽ ചാർത്തപ്പെട്ടതിന്റെ ദുർഗന്ധം ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ മനോഹരമായി ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. ആ നിസ്കാരത്തിന്റെ ലഹരിയിൽ, മനസ്സിന്റെ സമർപ്പണത്തിൽ ആ ദുർഗന്ധം അവിടുന്ന് അറിഞ്ഞതേയില്ല. ആ ചീഞ്ഞെളിഞ്ഞ കുടൽമാല നജസല്ലേ? നിസ്കാരത്തിന്റെ കർമ്മശാസ്ത്ര വിധിയെ കുറിച്ച് പറയാൻ, ആ നിസ്കാരത്തിന്റെ കർമ്മശാസ്ത്ര വിധിയെ കുറിച്ച് പറയാൻ സ്വഹീഹ് മുസ്ലിമിലെ അധ്യായത്തിൽ ആ ഹദീസിന്റെ ചുവടെ ഇമാം നവവി ശറഹ് മുസ്ലിമിൽ വരികൾ നിരത്തുന്നുണ്ട്. ഒരു പക്ഷേ ആ നിസ്കാരം പിന്നീട് മടക്കപ്പെട്ടേക്കാം. നജസ് കൊണ്ട് നിസ്കാരം ബാത്തിലാകുന്ന നിയമം വരുന്നതിന് മുമ്പേ ആയിരിക്കാം. അങ്ങനെ പല ചർച്ചകളും വരുന്നുണ്ട്. ഏതായാലും ഒട്ടകത്തിന്റെ ചീഞ്ഞെളിഞ്ഞ കുടൽമാല, അതിന്റെ മാസ്, അതിന്റെ തൂക്കം, അത് ആ ശിരസിൽ കിടക്കുമ്പോ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ സമർപ്പണം, മനസ്സിന്റെ സമർപ്പണം അതിനെയെല്ലാം അതിജയിക്കുന്ന ഒരു ആരോഗ്യത്തിലേക്ക് ആ ശരീരത്തെ കൊണ്ടുപോയി എത്തിച്ചു. എപ്പോഴും അങ്ങനെയായിരുന്നു. അമൂർത്തപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടതി വെമ്പലോടെ താതാൻ കുളിപ്പിപ്പതിനായി മുതിർന്നു. തണ്ണീർ കുടം കൊണ്ടഴലാണ്ട് പുത്രി പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുംഭോടകമോടുകൂടെ താതന്റെ ഗാത്രങ്ങളിലായി പതിച്ചു കുമാരിയാൾ തൻ ചുടൂ കണ്ണുനീർ. മറ്റൊരു സന്ദർഭം ഒരു നിസ്കാരം തന്നെയാണ്. സുജൂദിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പുണ്യമാക്കപ്പെട്ട നെറ്റി വെച്ചു. ഖുറൈശി തറവാട്ടിലെ മല്ലന്മാർ മണ്ണിട്ട് മൂടി. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മൺകൂനയുടെ ഉള്ളിലാ സുജൂദിലാ അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോള് ഫാത്തിമ അകലെ നിന്ന് കണ്ടു. പിതാവ് മൺകൂനയുടെ മൺതരികളുടെ ഉള്ളിന്റെ ഉള്ളിലാ. സുജൂദിന്റെ ലഹരി, എന്തോ ഒരു ലഹരി. സുജൂദിന്റെ ലഹരി, എന്തോ ഒരു ലഹരി. മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുർറുൽ മൻസൂറിൽ സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ദാവൂദ് നബിയുടെ ഒരു സുജൂദ് ചിലപ്പോൾ 20 ദിവസമാ നീണ്ടു നിൽക്കാം. ദാവൂദ് നബിയുടെ സുജൂദ് ചിലപ്പോൾ 40 ദിവസത്തിലേക്ക് നീണ്ടു നിൽക്കാം. ചിലപ്പോൾ അത് 80 ദിവസമാകും. പുല്ല് മുളയ്ക്കാത്ത ഭാഗത്താ ദാവൂദ് നബി സുജൂദിന് വേണ്ടി ഇടം തേടുക. മഹാന്മാർ രേഖപ്പെടുത്ത സുജൂദിലെ കണ്ണുനീരിൽ, ആ കണ്ണുനീരിന്റെ ഉപ്പ് രസത്തിൽ തഴച്ചു വളർന്ന ചെടിക്കൂമ്പാരങ്ങളുടെ ഇടയിൽ, ആ കുറ്റിക്കാടിന്റെ ഇടയിൽ നിന്നും സുജൂദ് അവസാനിപ്പിച്ച് ദാവൂദ് നബി വരുന്നു എന്ന് പറയുന്ന പോലെ
സുജൂദിന്റെ ലഹരിയിൽ അല്ലാഹുവിന്റെ ഹബീബ് മണൽ കൂനയുടെ ഉള്ളിലാം. അവിടുന്ന് സുജൂദിന്റെ ലഹരി കൊടുത്ത നിസ്കാരത്തിലെ മാനസിക സമർപ്പണത്തിൽ ശരീരം കരുത്താർജിച്ച ആ ഉയർത്തെഴുന്നേൽപ്പിൽ ശരീരത്തെ മൂടിപ്പൊതിഞ്ഞ മണൽ കൂമ്പാരം ചിന്ന ഭിന്ന ശിഥില ഛിദ്രമായി തെറിച്ചു പോകുമ്പോൾ പൊന്നുമോൾ ഫാത്തിമ വിതുമ്പുന്ന ചുണ്ടുകൾ അമർത്തിപ്പിടിച്ചു. ആ കൊച്ചു കയ്യിൽ നിറഞ്ഞ ഒരു കുടം, വെള്ളം തുളുമ്പി നിൽക്കുന്ന കുടം, തണുത്ത വെള്ളവുമായി പിതാവിനെ കാത്തിരിക്കുന്നു അകലെ. പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുംഭോടകമോട് കൂടെ പിതാവിന്റെ ഇടതോർന്ന തലമുടിയിടകത്തേക്ക് ആ കുഞ്ഞിളം പ്രായക്കാരിയുടെ മിനുസമുള്ള ചെറിയ കൈത്തണ്ടങ്ങ് കടത്തിയിട്ട് ആ കൈകൾ പരസ്പരം കുടഞ്ഞപ്പോ മുടിക്കെട്ടിനകത്തെ മണൽത്തരികൾ തെറിച്ചു പോയപ്പോ ചെളിപുരണ്ട ശരീരത്തെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് നിറഞ്ഞ കുടത്തിലെ തണുത്ത വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ കൺതടത്തിൽ തളം കെട്ടി നിൽക്കുന്ന ചൂട് കണ്ണുനീര് കൊണ്ട് ഉപ്പാന്റെ ശിരസ് കഴുകിയ പൊന്നുമോളെ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. മലയാളത്തിന്റെ അനശ്വരമായ കവിശ്രേഷ്ഠൻ വള്ളത്തോട് പോലും വർണ്ണിക്കുകയാ. സമർപ്പിത ബോധം, നിസ്കാരത്തിലേക്കുള്ള മാനസിക സമർപ്പണം അങ്ങനെയാണ്. ഇങ്ങനെ ഒന്നിലേക്ക് എത്തുമ്പോൾ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആസ്വാദനത്തിന്റെ വഴികൾ തുറക്കാം. നിസ്കാരം എന്ന് പറഞ്ഞാൽ മിഅ്റാജ്, മുഅ്മിനിന്റെ മിഅ്റാജ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസുണ്ട്. ഗ്രഹണ നിസ്കാര നേരത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വലത്തെ കൈയങ്ങ് മുന്നോട്ട് പോയി എന്തോ ഒന്ന് പിടിക്കാൻ. സ്വഹാബികൾ മുഴുവനും അത് ശ്രദ്ധിച്ചു. ഖീല, ഒരു സ്വഹാബി ചോദിച്ചു, എന്താ നബിയെ ഇന്നത്തെ നിസ്കാരത്തിന്റെ പ്രത്യേകത? കത്തനാവൽത ശൈആ, എന്തോ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കൈ മുന്നോട്ട് പോയല്ലോ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്റെ മുന്നിൽ സ്വർഗം കാണിക്കപ്പെട്ടു. എപ്പോഴാ സ്വർഗം കാണിക്കപ്പെടാ? സ്വർഗം കാണിക്കപ്പെടുന്നത് എപ്പോഴാ? സ്വർഗം കാണിക്കപ്പെടുന്നത് മിഅ്റാജിലാണ്. മിഅ്റാജ് കിസി ഹാസിൽ സജദോ മീം കൈഫിയത്ത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ പാടിയത് അങ്ങനെയാ. എന്റെ സുജൂദ് എനിക്ക് മിഅ്റാജാ, എന്റെ സുജൂദ് എനിക്ക് മിഅ്റാജാ. അങ്ങനെ അനുഭവിച്ച മഹാന്മാരുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ സ്വർഗം കാണിക്കപ്പെട്ടത് നിസ്കാരത്തിൽ. എന്റെ മുന്നിൽ ഒരു മുന്തിരി കുല തത്തിക്കളിച്ചു, ഞാനത് എടുക്കാൻ മുന്നോട്ട് ഗമിച്ചു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആത്മാവിന്റെ സമർപ്പണം, മനസ്സിന്റെ കരുത്ത്, താല്പര്യം, തീരുമാനം. ബഹുസ്കരിച്ചു. ഇനി 2 റക്അത്തും കൂടി അതിന് ശേഷം ആയിക്കോട്ടെ. തിരക്കുകളുണ്ട്. അല്ല തന്നതാ തിരക്ക്, അല്ല തന്നതാ ആശ്വാസം, അല്ല തന്നതാ തിരക്ക്, അല്ല തന്നതാ ആശ്വാസം. അല്ലാതെ നമ്മൾ ഓരോരുത്തരും ചില പ്രകടന പരതയിലെ ബാഹ്യമായ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളായി നമ്മുടെ അമലുകളെ മാറ്റിക്കൊണ്ടിരിക്കുക. അല്പം മതി. അഹബ്ബുൽ അഅ്മാൽ ഇലല്ലാഹി തആല അദ്വമുഹാ വലൗ ഖലീലാ. സയ്യിദുനാ റസൂലുള്ളാഹി عن عمر بن الخطاب قال النبي صلى الله عليه وسلم. അഹ്മദ് മഹാനായ ഇമാം ഖതീബ് തിബ്രിസി മിഷ്കാത്തിലെ ഹദീസ് പറയുന്നുണ്ട്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം കുറഞ്ഞതാണെങ്കിലും അത് പതിവായി ചെയ്താൽ അത് മതി. ഏറ്റവും ഇഷ്ടമുള്ള അമല് അതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിതത്തിൽ പ്രകടനങ്ങളാവാതെ ഒരല്പം മനസ്സിലൊരു കരുത്ത് കൊടുക്കുക. ഇതാരെയും ബോധിപ്പിക്കാനല്ല, ഇതാരെയും ബോധിപ്പിക്കാനല്ല. ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ സ്വഹാബികളുടെ മുന്നിൽ വെച്ച് നരകത്തെ വർണ്ണിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മഹാനായ ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഹദീസ് പറയുന്നുണ്ട്, ഇബ്നു മാജ അവിടുത്തെ സുനനിൽ പറയുന്നുണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅവ്വദു ബില്ലാഹി മിൻ സുബ്ബിൽ ഹുസ്ൻ. സ്വഹാബികളോട് പറഞ്ഞു, ദുആരക്കുമ്പോൾ ജുബ്ബുൽ ഹുസ്ൻ എന്ന് പറയുന്ന നരകത്തിന്റെ ഒരു ഭാഗമുണ്ട്. ജുബ്ബുൽ ഹുസ്നിൽ പെടുത്തല്ലേ എന്ന് നിങ്ങൾ ദുആ ചെയ്തു കൊള്ളണേ സ്വഹാബ. സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരു ഭാഗമുണ്ട്, ജുബ്ബുൽ ഹുസ്ൻ. സ്വഹാബികൾ ആദ്യമായിട്ട് ആ വാക്ക് കേൾക്കുക, ആദ്യമായി കേട്ടു.
ജുബ്ബുൽ ഹുസൻ പലപ്പോഴും അവിടുത്തെ വാഗ്വിലാസത്തിന്റെ വാഗ്ധോരണിയുടെ ചാതുരമാർന്ന ശബ്ദവീചികളെ കാതോർത്തപ്പോഴും ഒരിക്കലും മുമ്പ് കേട്ടിട്ടില്ലല്ലോ നബിയെ ജുബ്ബുൽ ഹുസൻ. ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ജുബ്ബുൽ ഹുസൻ. ജുബ്ബുൽ ഹുസൻ സങ്കടത്തിന്റെ കിണർ എന്നതിനർത്ഥം. അങ്ങനെ ഒന്നും മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. ജുബ്ബുൽ ഹുസൻ എന്ന് പറഞ്ഞാൽ എന്താ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വാദിൻ ഫീ ജഹന്നം, നരകത്തിന്റെ ഒരു താഴ്വാരമാണിത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നരകത്തെ തൊട്ടുള്ള കാവൽ തേടുന്ന നേരം 3 വട്ടം തേടി എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 3 വട്ടം നരകത്തെ തൊട്ട് കാവൽ ഒരുമിച്ച് തേടിയാൽ 4ാമത് നരകം അല്ലാഹുവോട് പറയും, 3 വട്ടം എന്നെ വേണ്ട എന്ന് പറഞ്ഞവനെ എനിക്ക് വേണ്ട അല്ലാ, നരകം വേണ്ട എന്ന് പറഞ്ഞവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നരകത്തിന്റെ ഒരു താഴ്വാരമാണ് സ്വഹാബ. ആ താഴ്വാരത്തെ, നരകത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഭയക്കുന്നു സ്വഹാബ. സയ്യിദുനാ റസൂലുള്ളാഹി നരകത്തിന്റെ ആ താഴ്വാരത്തിന്റെ തീവ്രമായ അതിന്റെ താപം, അതിന്റെ ചൂട്, അതിന്റെ ഗർജനം മറ്റുള്ള നരകഭാഗങ്ങൾ മുഴുവനും ഭയക്കുന്നു. അതോടൊപ്പം തന്നെ തതഅവ്വദു മിൻഹു ജഹന്നം കുല്ല യൗമിൻ 400 വട്ടമാണ് നരകത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഓരോ ദിവസവും. ഈ ജുബ്ബുൽ ഹുസൻ എന്ന് പറയുന്ന ഭാഗത്തിന്റെ തീവ്രമായ ചൂടിൽ നിന്നും നരകത്തിന്റെ മറ്റു ഭാഗങ്ങൾ ദിവസവും 400 വട്ടം കാവൽ തേടുന്ന ഒരു കുണ്ടാണ്, കുഴിയാണ്, താഴ്വാരമാണ് ജുബ്ബുൽ ഹുസൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ദുആരക്കുമ്പോ ആ ഒരു താഴ്വാരത്തെ തൊട്ട് നിങ്ങൾ കാവൽ തേടണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരു താഴ്വാരമുണ്ട്. അത് ആർക്കാ ഉള്ളത്? ഖുൽനാ യാ റസൂലല്ലാഹ് വമൻ യദ്ഖുലുഹാ. ഞങ്ങൾ പലരും ചോദിച്ചു, ആരാ അവിടേക്ക് പോവാ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽ ഖുറാഉൽ മുറാഊന ബിഅഅമാലിഹിം. ചെയ്യുന്ന അമലുകൾ അറിഞ്ഞതനുസരിച്ച് ചെയ്തു, ചെയ്തതോ ഒരു പ്രകടനമായി. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഇനിയെങ്കിലും ഞാൻ ഹജ്ജിന് പോയില്ലെങ്കിൽ ആളുകൾ എന്ത് പറയും ഉസ്താദേ? അല്ലാഹു കാക്കട്ടെ. ഇനിയെങ്കിലും ഞാൻ ഹജ്ജിന് പോയില്ലെങ്കിൽ ആളുകൾ എന്ത് പറയും? എന്താടാ എന്റെ പേരിന്റെ കൂടെ നീ ഹാജി എന്ന് ചേർക്കാത്തത്? ഹജ്ജിന്റെ മുമ്പ് എന്റെ വീട്ടിലെ യാത്രയപ്പിന് മൗലൂദിന് നിന്നെ ഞാൻ വിളിച്ചതല്ലേ, എന്നിട്ട് എന്താ എന്റെ ചേർത്ത് നീ ഹാജി? അങ്ങനെയൊക്കെ ഉണ്ട് സാധാരണ. അല്ലാഹു കാക്കട്ടെ. ഒന്നങ്ങോട്ട് വർത്താനം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഹജ്ജിന് പോയ കഥയൊക്കെ പറയാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുണ്ട്. എന്തിനാണ് ഇങ്ങനെ? ഞാൻ ഇന്നലെ തഹജ്ജുദിന് എഴുന്നേറ്റപ്പോ തുടങ്ങിയ തല എന്തിനാ അങ്ങനെ പറയുന്നത്? ചെയ്തതൊക്കെ വിളിച്ചു പറയാനാണെങ്കിൽ അങ്ങനെ വിളിച്ചു പറയാൻ എത്ര ആളുകളുണ്ടായി ഇവിടെ? കഅബ ഷരീഫിന്റെ നിർമ്മാണത്തിനും BC 2000 കാലഘട്ടത്തിൽ ഏറ്റവും തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ ഒരു ചെരുപ്പ് പോലും ധരിക്കാതെ ഒരു മനുഷ്യൻ ഓടി നടന്ന ആ കഥകൾ മുഴുവനും മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന സ്വർഗീയ ശില നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. ഹാജി എന്ന പേരിലറിഞ്ഞ് അവിടെ തന്നെ ഒരു ഖബർസ്ഥാൻ ആഗ്രഹിച്ചിട്ടില്ല ആ മനുഷ്യൻ. സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം ബൈത്തുൽ മുഖദ്ദസിലേക്കാ പോയത്. അവിടെയാ അന്തി ഉറങ്ങാനുള്ള മണ്ണ് ചോദിച്ചത്. ചെയ്തതിനൊക്കെ അംഗീകാരം കിട്ടണമെന്ന്. അങ്ങനെ ചെയ്തതിന് അംഗീകാരം എവിടെയുണ്ടോ? അല്ലാഹുവിന്റെ ഔദാര്യ അല്ല. യുദ്ഖില അഹദൻ അമലുഹുൽ ജന്ന. സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി. ചെയ്ത അമല് കൊണ്ട് സ്വർഗ്ഗമില്ലെന്ന് പുണ്യ നബി. ഖീല, ഒരു സ്വഹാബി ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അങ്ങും അങ്ങനെയാണോ? ചെയ്ത അമല് കൊണ്ടല്ലേ സ്വർഗ്ഗം? ഞാനും അങ്ങനെയല്ല, ഞാനും അങ്ങനെയല്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ. അല്ലാഹുവിന്റെ ഔദാര്യം ഉണ്ടെങ്കിലേ, അല്ലാഹുവിന്റെ ഔദാര്യമുണ്ടെങ്കിലേ എനിക്കും സ്വർഗം നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ചേർക്കട്ടെ, തരട്ടെ എന്നല്ല, ചേർക്കട്ടെ. വൽഖിത്നി ബിസ്വാലിഹീൻ, ചേർക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചെയ്തതിനൊക്കെ ചോദിക്കാനായിരുന്നുവെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പുനരുദ്ധാരണം സയ്യിദുനാ സുലൈമാൻ. ആരാ സുലൈമാൻ നബി അലൈഹിസ്സലാം? അംഗീകാരം കിട്ടാനാണെങ്കിൽ അങ്ങനെ ചോദിക്കായിരുന്നല്ലോ.
ബൈത്തുൽ മുഖദ്ദസിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് മഹാനവറുകൾ ബൈത്തുൽ മുഖദ്ദസിന്റെ പുനരുദ്ധാരണത്തിന്റെ ഉദ്ഘാടന ദിവസം ഇങ്ങനെ വരാണ്. ഒരു പ്രൗഢമായ ഒരു സന്ദർഭം. മഹാനായ ഷാജഹാൻ ചക്രവർത്തി ഡൽഹി ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സംഭവത്തെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ കുതിരവണ്ടിയുടെ പിന്നിലായിരുന്നത്, അങ്ങോട്ട് തിരിഞ്ഞായിരുന്നത്. രണ്ട് ഭാഗത്തും സ്വർണ്ണ നാണയങ്ങളുടെ രണ്ട് വലിയ കിഴി ചാക്ക് വെച്ചിട്ട് ഇങ്ങനെ വാരി കൊടുക്കായിരുന്നു. ഡൽഹി ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനത്തിന് ഷാജഹാൻ ചക്രവർത്തി വന്ന ആ സന്ദർഭത്തെ കുറിച്ച് ചരിത്രം വായിക്കുമ്പോൾ അങ്ങനെയാ കാണുന്നത്. അന്നൊരു പ്രത്യേക വിനയം, അന്നൊരു പ്രത്യേക ദാനം. എന്റെ ഒരു സുഹൃത്തിന്റെ പെരുമ്പാവൂര് പരിസരത്ത് അദ്ദേഹത്തിന്റെ വലിയ വീട് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പായി, ആ വീടിന്റെ ശിലാസ്ഥാപനത്തിന് ശേഷം അദ്ദേഹം അതിന്റെ ഉദ്ഘാടനത്തിന് മുമ്പായി സാമ്പത്തികമായി കഴിയുന്ന ആളാ. അദ്ദേഹം അന്ന് തന്നെ വേറെ ഒരു 3 വീട് ഉദ്ഘാടനവും ആ നിർമ്മാണ കാലയളവിന്റെ ഉള്ളിൽ അദ്ദേഹം ഒരു 7 വീട് വേറെയും അങ്ങനെ 10 വീട് തന്റെ ഒരു വീടിനോടൊപ്പം പാവങ്ങൾക്കായി സമർപ്പിച്ചു. ഉദ്ഘാടന നേരത്തെ ഒരു വിനയം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ ആഘോഷാന്ന് 1,20,000-ഓളം വരുന്ന ആടുകളെ അറുത്തിട്ടുള്ള ഭക്ഷണം, 12,000-ഓളം വരുന്ന കാലികളെ, മൂരികളെ അറുത്ത് പെരുന്നാൾ പോലെ ആ നാടും നഗരവുമല്ല ലോകം മുഴുവൻ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുലൈമാൻ നബി കിബിറിലല്ല വന്നത്. മഹാനവറുകൾ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിലെ പാറപ്പുറത്തേക്കാ കയറിയത്. ആ പാറപ്പുറത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാരക്കുന്നുണ്ട്, പടച്ചോനെ ഈ പള്ളിയിൽ കടന്നു വരുന്നവർക്ക് ഈ പള്ളി ഒരു അഭയമാവണം, ഈ പള്ളി തൗബ ചെയ്യുന്നവന്റെ തൗബ സ്വീകരിക്കാനുള്ള ഒരു പരിഗണനയാവണം, രോഗിക്ക് ആഫിയത്തിനും ഫഖീറിന് നിഅമത്തിനും ഈ പള്ളി കാരണമാകണമെന്ന് സയ്യിദുനാ സുലൈമാൻ. അങ്ങനെയാണ്. എന്നിട്ട് ദുആരെന്ന് പടച്ചോനെ അല്ലാഹുമ്മ ഇന്നക വഹബതലി ഹാദിഹി സൽതന, ഈ അധികാരം നീ എനിക്ക് ഓസാരമായി തന്നതാ. വമിൻ ഖുദ്റതിക ഹാദൽ ബിനാ, ഈ നിർമ്മാണം നിന്റെ കഴിവാണ് അല്ലാഹ്. അനഅബ്ദുക ശകൂറുൻ അലാ ഹാദാ, ഇതിന്റെ പേരിൽ നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു അല്ലാഹ്. എന്താ കാരണം? ലി അന്നക വഫഖതനി, കാരണം നീ എനിക്കതിനുള്ള തൗഫീഖ് തന്നു അല്ലാഹ്. വഹദാനി ലിഹാദാ, ഇത് നിർമ്മിക്കാനുള്ള ഹിദായത്ത് നീ എനിക്ക് തന്നതാണല്ലോ അല്ലാഹ്. അല്ലാഹുവേ, എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, വഹദീനി, എന്റെ ഹിദായത്ത് നീ നിലനിർത്തണേ. വതവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. കിതാബുൽ ജമൽ ഈ ചരിത്രം പറയുന്നുണ്ട്. സയ്യിദുനാ നബിയുല്ലാഹി സുലൈമാൻ, ഒന്നുകൂടി സയ്യിദുനാ സുലൈമാൻ. അതുകൊണ്ട് പ്രകടനപരതയിൽ പരിമിതപ്പെടാതെ കർമ്മങ്ങൾ ഖൽബിലേക്ക് ഇറങ്ങണം. ദുആരക്കണം എപ്പോഴും. അല്ലാഹുമ്മ ഇന്നീ അലാ ദിക്രിക വശുക്രിക, അല്ലാഹനെ വഴിപ്പെടാൻ, അല്ലാഹ് ഇഷ്ടപ്പെട്ടതുപോലെ ആവാൻ, എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ. ഒരൽപ്പം നമ്മുടെ മനസ്സിന്റെ ആ സമർപ്പണത്തിന്റെ ആത്മാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഒരല്പം ഒന്ന് അതിലേക്ക് നമ്മളൊന്ന് കരുതണം. അതിന്റെ ഒരു വിളംബരമൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യങ്ങളിൽ ഉണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്, ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണേ അല്ലാഹ്, അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദുകൾ നീ സഫലമാക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, തൊട്ടടുത്ത മഹല്ലിൽ താമസിക്കുന്ന ഒരു സഹോദരി കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയയാവാണ്. ആ സഹോദരിക്ക് വേണ്ടി ഇന്ന് ഇവിടെ ആ സഹോദരിക്ക് വേണ്ടി ഇന്ന് ഇവിടെ കളക്ഷൻ എടുക്കുന്നുണ്ട്. അവരുടെ ചികിത്സ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ചികിത്സ നീ വിജയിപ്പിക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ദുആ വസിയത്ത് ഏൽപ്പിച്ച എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, പുതുതായി താമസം തുടങ്ങുന്ന വീട്ടിൽ ബർക്കത്തിന് വേണ്ടി ദുആരക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്ത്
നല്ലൊരു ഭരണ സംവിധാനം വരണം. എല്ലാവരെയും ഒരുപോലെ കാണുന്ന മതസ്വാതന്ത്ര്യമുള്ള ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ രാജ്യത്തിന്റെ സൗന്ദര്യം നിലനിൽക്കുന്ന ഭരണ സാന്നിധ്യം നീ നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും കടബാധ്യത ഉള്ളവരുണ്ട് റബ്ബേ. കടങ്ങൾ നീ തന്നതല്ലേ, നീ വീട്ടണേ അല്ലാഹ്. അല്ലാഹുവേ, ആശുപത്രികളിൽ കഴിയുന്ന പലർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ശിഫാ നൽകണേ അല്ലാഹ്, ശിഫാ നൽകണേ അല്ലാഹ്, ശിഫാ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. മരണപ്പെട്ടവർ ഈ പള്ളിയോട് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരെല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ربنا ارحمهم كما ربونا صغارا آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.